നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. ഞായറാഴ്ച രാത്രി 10:45 അപകടം. കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഷെവർലെ ബീറ്റ് കാറും ചാലിശ്ശേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വിഫ്റ്റ് കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറുകളുടെ മുൻവശങ്ങളിൽ തകർച്ച സംഭവിച്ചുവെങ്കിലും കാർ യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. തൃത്താലയ്ക്ക് പുതുവർഷ സമ്മാനമായി പണി പൂർത്തിയാക്കിയ 11.02 കോടി രൂപയുടെ 17 പദ്ധതികൾ ജനുവരി മാസത്തിൽ മാത്രം ഉദ്ഘാടനം ചെയ്യുമെന്ന് തൃത്താല MLAയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ MP രാജേഷ് അറിയിച്ചു. 28.94 കോടി രൂപയുടെ 6 പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും ജനുവരിയിൽ ആരംഭിക്കും. ഈ പദ്ധതികളെല്ലാം കഴിഞ്ഞ 2.5 വർഷത്തിനുള്ളിൽ അനുവദിച്ചു കിട്ടിയവയും പ്രവൃത്തി ആരംഭിച്ചവയുമാണ്. നിർമ്മാണം പൂർത്തിയാക്കി ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ വെള്ളിയങ്കല്ല് ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൌസ് അപ്സ്ട്രീമിലേക്ക് മാറ്റി സ്ഥാപിക്കൽ, 2.20 കോടി GUPS കക്കാട്രി സ്കൂളിന് പുതിയ ബിൽഡിംഗിന്, 2 കോടി മേഴത്തൂർ വട്ടോളിക്കാവ് റോഡ്, 5 കോടി രൂപ പെരുമണ്ണൂർ കോട്ടക്കാവ് അമ്പലം റോഡ്, 10 ലക്ഷം കൈപ്രക്കുന്ന് റോഡിനും 10 ലക്ഷം ആലിക്കര വെള്ളച്ചാൽ റോഡിനും, 10 ലക്ഷം കുണ്ടുപറമ്പ് റോഡ്, 10 ലക്ഷം കൂടല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ നവീകരണം, 35 ലക്ഷം കൂടല്ലൂർ സ്കൂളിന് ലാബ് നിർമ്മിക്കുന്നതിനായിട്ട്, 22 ലക്ഷം കൂടല്ലൂർ താന്നിക്കുന്ന് റോഡ്, 10 ലക്ഷം ബംഗ്ലാവ് കുന്ന് റോഡ്, 10 ലക്ഷം തച്ചറാംകുന്ന് റോഡ് തുടങ്ങി നിരവധി റോഡുകൾക്കും പദ്ധതികൾക്കുമായിട്ടാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. CCTV ന്യൂസ് തൃത്താല. കുൽക്കല്ലൂർ പഞ്ചായത്തിലെ നാട്യമംഗലത്ത് കെ-സ്റ്റോറിന്റെ പ്രവർത്തനം ആരംഭിച്ചു. പുതുവർഷത്തിൽ മുഹമ്മദ് മൂസിൻ MLA കെ-സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കെ-സ്റ്റോർ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ 3ാം ഘട്ടത്തിൽ 195 റേഷൻ കടകളിൽ കൂടിയാണ് കെ-സ്റ്റോറായി മാറുന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ കുൽക്കല്ലൂർ നാട്യമംഗലം 59 നമ്പർ റേഷൻ കടയും കെ-സ്റ്റോറായി മാറിക്കഴിഞ്ഞു. പുതുവർഷ പുലരിയിൽ മുഹമ്മദ് മൂസിൻ MLA കെ-സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പല കാര്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് കെ-സ്റ്റോർ. മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, റേഷൻ കടകൾ ഇപ്പോൾ നിലവിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി കുറഞ്ഞു വരിക. പ്രത്യേകിച്ച് ഇപ്പം മണ്ണെണ്ണ വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല ഉൽപ്പന്നങ്ങളും വളരെ പിന്നോക്കം നിൽക്കുന്ന മുൻഗണനാ കാർഡ് ഉള്ള ആളുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും അത് തന്നെ വളരെ പരിമിതമായ രീതിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ റേഷൻ കടകൾ അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് സ്റ്റാറ്റ്യൂട്ടറി റേഷൻ നിലനിന്നിരുന്ന കാലത്ത് റേഷൻ കടകൾ വളരെ പ്രധാനമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ പട്ടിണിയും ഭക്ഷ്യലഭ്യത അതിൻ്റെ ഒരു ദൗർബല്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലത്ത് റേഷൻ കടകൾ ഏറ്റവും പ്രധാനമായിരുന്നു. ഒരു കാലത്ത് അരിയും നെല്ലുമൊക്കെ അരിയൊക്കെ കള്ളക്കടത്ത് ചെയ്യുന്ന കാലമുണ്ടെന്ന് ഇവിടെയുള്ള കാരണവന്മാർക്കറിയാം. റേഷൻ കടകളുടെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും കൂടുതൽ സേവന സൗകര്യങ്ങൾ ഒരുക്കിയുമാണ് കെ-സ്റ്റോർ നടപ്പിലാക്കുന്നത്. കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ഇസഹാഖ് അധ്യക്ഷനായിരുന്നു. താലൂക്ക് സപ്ലൈ ഓഫീസർ T ഷീജ, ഗ്രാമപഞ്ചായത്ത് അംഗം ജസീല, അമുർനിസ, പട്ടാമ്പി താലൂക്ക് സപ്ലൈ അസിസ്റ്റന്റ് ഓഫീസർ S സതീഷ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. കഥകളി മദ്ദളത്തിലെ അദ്വിതീയനായ ആചാര്യനായിരുന്ന കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ട്രസ്റ്റ് വാർഷികവും ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കുമെന്ന് ചെറുതുരുത്തി നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ചെർപ്പുളശ്ശേരി ശിവൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം കലാമണ്ഡലം രാമൻകുട്ടിക്കും, തിരുവില്ലോമല മാധവ വാര്യർ സ്മാരക യുവ പ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം വൈശാഖിനും സമ്മാനിക്കും. ട്രസ്റ്റ് പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തും. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ അപ്പുകുട്ടി പൊതുവാളുടെ പൂർണ്ണകായ ചിത്രം അനാച്ഛാദനം ചെയ്യും. തുടർന്ന് കലാമണ്ഡലം വൈശാഖിന്റെ നേതൃത്വത്തിൽ പഞ്ചമദ്ദളകേളി അരങ്ങേറുമെന്നും ഭാരവാഹികളായ കലാമണ്ഡലം നാരായണൻ നായർ, ഗോപി N പൊതുവാൾ, കലാമണ്ഡലം ഹരിദാസൻ, കലാമണ്ഡലം ശ്രീജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിക്ക് ശേഷം ഈ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം നമ്മളുടെ യുവ മദ്ദള പുരസ്കാര ജേതാവ്
കലാമണ്ഡലം വൈശാഖിൻ്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിലെ 5 ബാക്കി വേറെ 4 യുവമദ്ദള കലാകാരന്മാരും കൂടിയിട്ട് ഒരു പഞ്ചമദ്ദളക്കിളി വൈശാഖും സംഘവും അടങ്ങുന്ന ഒരു പഞ്ചമദ്ദളക്കിളി പുത്തമ്പലത്തിലെ അരങ്ങേറും. അത് തീർച്ചയായും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ NSS യൂണിറ്റ് സജ്ജമാക്കിയ സ്നേഹാരാമത്തിന്റെ ഉദ്ഘാടനം നടന്നു. പ്രിൻസിപ്പാൾ CD ദിലീപ് ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി നഗരസഭ, ശുചിത്വ മിഷൻ, ആരോഗ്യ വിഭാഗം എന്നിവരുടെ സഹകരണത്തോടെയാണ് പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹാരാമം നിർമ്മിച്ചു നൽകിയത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പുതുവർഷ പുലരിയിൽ കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ് നിർവഹിച്ചു. നമ്മൾ വാക്കുകൾ പറയാനായിട്ട് പറ്റും, പ്രവൃത്തി കാണിക്കുക. അതവിടെ നിന്ന് നടന്നിട്ടുള്ളത്. നമ്മൾ ആ എല്ലാ മാലിന്യം മാറ്റി കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഗാർഡൻ ഉണ്ടാക്കുന്നു. അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ച എൻ്റെ ഫ്രണ്ട്സായ അക്ബറേക്ക്, അതുപോലത്തെ പ്രദീപ് പറയുമ്പോൾ തന്നെ ചെടിയൊക്കെ എത്തിച്ചു. നമുക്ക് അത് സംസാരിക്കുന്നില്ല, നമുക്ക് ഗാർഡനിൽ പോകാം. ഇത് മെയിൻറ്റെയിൻ ചെയ്യാം. നിങ്ങളുള്ള നടന്നിട്ട് തോട്ടം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം, നടക്കണം, പരിപാലിക്കണം. ഇനി അടുത്ത് നമുക്ക് മാറാം. നമുക്ക് അടുത്തായിട്ട് പിന്നെ അടുത്ത കണ്ടുപിടിച്ചിട്ട് മാലിന്യം മാറ്റുമ്പോൾ പുതിയൊരു സ്നേഹാരംഭം ഉണ്ടാക്കാം. ഓക്കെ, ആ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. വളണ്ടിയർമാർ പുതുവർഷത്തിൽ പൂന്തോട്ടത്തിൽ 100 ചെടികളും നട്ടുപിടിപ്പിച്ചു. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അരുൺ മോഹൻ നേതൃത്വം നൽകി. പട്ടാമ്പി നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷ കിട്ടി റുക്കിയ, ക്ലീൻ സിറ്റി മാനേജർ PV സുബ്രഹ്മണ്യൻ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സംഗീത ശങ്കർദാസ്, ശുചിത്വ മിഷൻ യൂത്ത് പ്രൊഫഷണൽ ആയിഷ റിൻസി, സ്കൂൾ PTA പ്രസിഡന്റ്, കോളേജ് PTA സെക്രട്ടറി ഡോക്ടർ MR അനിൽകുമാർ, പരിസ്ഥിതി പ്രവർത്തകരായ CV പ്രദീപ്, K അക്ബർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ചാലിശ്ശേരി പഞ്ചായത്ത് അങ്ങാടിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പടിഞ്ഞാറെ പള്ളിക്ക് സമീപവും ഹൈസ്കൂൾ റോഡിലുമായി പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് പാഴായി പോകുന്നത്. 11 മേജർ പ്രൊജക്ടിലേക്കും തൃശൂർ ജില്ലയിലേക്കും വേനലിൽ കുടിവെള്ള വിതരണത്തിനായി തൃത്താലയിൽ ജലസംഭരണം ആരംഭിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഗ്രാമങ്ങളിലെ കിണറുകളിലും മറ്റു ജലസംഭരണികളിലും ജലലഭ്യത കുറവാണ്. ഈ സാഹചര്യത്തിലാണ് 2 ദിവസമായി കുടിവെള്ളം റോഡിലൂടെ പാഴായി പോകുന്നത്. പൊട്ടിയ പൈപ്പുകൾ പുനഃസ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിളയൂർ പഞ്ചായത്തിൽ GRC കുടുംബശ്രീ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൊപ്പം SI MB രാജേഷ് ക്ലാസിന് നേതൃത്വം നൽകി. വിളയൂർ പഞ്ചായത്തിൽ GRC കുടുംബശ്രീ ബോധവൽക്കരണമാണ് സംഘടിപ്പിച്ചത്. നിശബ്ദമാകില്ല, ഇനിയും ശബ്ദമുയരും, നിശബ്ദത വേടിയും എന്ന മുദ്രാവാക്യമുയർത്തിയിരുന്നു ബോധവൽക്കരണ ക്ലാസ്. കൊപ്പം SI MB രാജേഷ്, ഡോക്ടർ ജ്യോതിക രാജൻ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ഇതിലുള്ള അസമത്വങ്ങൾ കുറച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർട്ടിക്കിൾ 15A സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അതിലെ അസമത്വങ്ങൾ കുറച്ചു കൊണ്ടുവരണം. 15B കുട്ടികൾ, അതേപോലെ തന്നെ മുതിർന്ന പൗരന്മാരെ എല്ലാവരുടെയും ക്ഷേമം, ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന് പറയുന്നു. അതേപോലെ തന്നെ SC/ST വിഭാഗക്കാരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ അസമത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കുറച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് നിയമനിർമ്മാണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യത എന്നുള്ളത് നേടിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പല നിയമങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ അറിയാം, നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളെല്ലാം തന്നെ എല്ലാ രംഗങ്ങളിലും ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ അധ്യക്ഷനായിരുന്നു. മറ്റു മെമ്പർമാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.